ബിഗ് ബോസുമായി ബന്ധപ്പെട്ട കാര്യം തന്നെയാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു, അതിൻ്റെ ബാക്കി എന്ന വണ്ണം ഇന്നും പറയുകയാണ്. ഇതിൽ പലരെയും കമൻറ്റ് ഞാൻ വായിച്ചു നോക്കിയപ്പോൾ കാണാനിടയായത് ഇത് വളരെ കുറച്ച് നാളത്തെ ബന്ധം മാത്രമായിരിക്കും. അത് കഴിഞ്ഞാൽ രണ്ടുപേരും അവരവരുടെ വഴികളിലേക്ക് തിരിഞ്ഞു പോകുമെന്നും ഇത് ശാശ്വതമല്ല എന്നും ഇതിൽ കൂടെ പ്രത്യുൽപാദനം നടക്കില്ല എന്നും ഇത് പ്രകൃതി വിരുദ്ധമാണെന്നൊക്കെ പലതരത്തിലുള്ള കമൻറ്റുകൾ ഇതിൽ കാണാനുണ്ട്. പ്രകൃതി വിരുദ്ധമായിട്ട് ഈ ഭൂമിയിൽ ഒന്നും തന്നെ നടക്കുന്നില്ല. പ്രകൃതിദത്തമായിട്ട് തന്നെയാണ് എല്ലാ ബന്ധങ്ങളും ഇവിടെ ഉണ്ടാകുന്നത്. അത് തിരിച്ചറിയാൻ കഴിവില്ലാത്തവരാണ് അതിനെതിരെ സംസാരിക്കുന്നത്. പിന്നെ ഈ ബന്ധം അധികകാലം നിലനിൽക്കുന്നില്ല എന്ന് പറയുന്നവർ, വിവാഹം കഴിഞ്ഞിട്ട് ഒരു സ്ത്രീയും പുരുഷനും വിവാഹം കഴിച്ചിട്ട് പിറ്റേ ദിവസം തന്നെ ഡിവോഴ്സ് ആവുന്ന കഥകളുണ്ടല്ലോ, ഇല്ലേ? പിന്നെ ഈ ലെസ്ബിയൻ പെൺകുട്ടികളെ വീട്ടിൽ കയറ്റില്ല എന്ന് പറയുന്ന ഈ വേദലക്ഷ്മി എന്ന് പറയുന്ന വ്യക്തിയെ അവരുടെ അച്ഛൻ തന്നെ അവരുടെ വീട്ടിലേക്ക് കയറ്റുന്നില്ല. അതെന്തുകൊണ്ടാണ്? അവരെ അവരുടെ വീട്ടുകാരെ അക്സെപ്റ്റ് ചെയ്യുന്നില്ല. പിന്നെ എങ്ങനെയാണ് വേദയ്ക്ക്, ലക്ഷ്മിക്ക് മറ്റുള്ളവരെ അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുക? കാരണം ലക്ഷ്മിയെപ്പോലെയുള്ളവരുടെ മനസ്സിലെ വൈകൃതം തന്നെയാണ് ആദില നൂറ എന്ന് പറയുന്ന ആ കുട്ടികളോട് കാണിക്കുന്ന മനോഭാവം. അല്ലാതെ വേറെ ഒന്നുമല്ല. ഇതിന് വിദ്യാഭ്യാസമോ സംസ്കാരമോ ഒന്നും ഉണ്ടായിട്ടും കാര്യമില്ല. നല്ല വസ്ത്രം ധരിച്ചതുകൊണ്ടും കാര്യമില്ല. മറ്റുള്ളവരെ ഉൾക്കൊള്ളാനും മറ്റുള്ളവരുടെ വിചാരങ്ങൾ മനസ്സിലാക്കാനും കഴിവുണ്ടാവണം. അതില്ല എന്നതിൻ്റെ ഒറ്റ പ്രശ്നമാണ് ലക്ഷ്മിക്കും അനീഷിനും ഉള്ളത്. മറ്റുള്ളവരുടെ സെക്സിനെക്കുറിച്ച്, മറ്റുള്ളവരുടെ ബന്ധത്തിനെക്കുറിച്ച് എന്തിനാണ് ലക്ഷ്മിയും അനീഷും വേവലാതിപ്പെടുന്നത്? അവർക്ക് അവരുടെ സെക്സിനെക്കുറിച്ചും അവരുടെ ബന്ധങ്ങളെക്കുറിച്ചും മാത്രം വേവലാതിപ്പെട്ടാൽ മതിയല്ലോ. ആദിലെയും നൂറയെയും വീട്ടിൽ കയറ്റണ്ടേ? അത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ കയറ്റാക്ക, വേണ്ടെങ്കിൽ വേണ്ട. അതിപ്പോൾ അവരോട് പറയേണ്ട ആവശ്യമില്ലല്ലോ. ഇതേപോലെ തന്നെയാണ് ഈ വ്യക്തികളെ അവരുടെ വീട്ടുകാരും അംഗീകരിക്കുമോ അല്ലെങ്കിൽ കയറ്റുമോ എന്ന് സംശയിക്കാണ്ടിരിക്കുന്നു. കാരണം അനീഷ് ഇനി വീട്ടുകാർക്ക് ഇഷ്ടമില്ലാത്തൊരു ബന്ധത്തിൽ പോയി എന്ന് വരട്ടെ, അനീഷിനെ ചിലപ്പോൾ അനീഷിൻ്റെ വീട്ടുകാർ ആക്സെപ്റ്റ് ചെയ്തു എന്ന് വരില്ല. ഇതൊക്കെ സ്വാഭാവികമാണ്. അത് മനസ്സിലാക്കാനെങ്കിലും ഇവർക്ക് ബോധം വേണം. ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു പരിപാടിയിൽ വരുന്ന ഈ വ്യക്തികൾക്ക്